ശിവനും ഭദ്രകാളിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജനുവരി 20 ചൊവ്വാഴ്ചയായിരുന്നു താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നത്. അന്നു മുതൽ ക്ഷേത്രത്തിൽ രാത്രി 9 മണിക്ക് പൊന്നാനി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ടും ഉണ്ടായി. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മകരപ്പത്തിന് ശനിയാഴ്ച പൊങ്കാല സമർപ്പണവും കൃഷ്ണകൃപ പുന്നയൂരിന്റെയും വട്ടമ്പാടം വേല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കാളി, കാള തുടങ്ങി നാടൻ കലാരൂപങ്ങളോടുകൂടി വേലവരവും ഉണ്ടായി. തുടർന്ന് ദീപാരാധനയും നടന്നു. താലപ്പൊലി മഹോത്സവമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നടക്കൽ പറവിപ്പ്, തിടമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. വൈകിട്ട് 5:30 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉത്സവങ്ങളുടെ വരവുണ്ടായി. രാത്രി 7:30 വരെ ക്ഷേത്രസന്നിധിയിലെത്തി. തുടർന്ന് ദീപാരാധന, നിറമാല, ചുറ്റിവിളക്ക്, ഭഗവത് സേവ, കേളി എന്നിവയും നടന്നു. 12 മണിക്ക് ശ്രീകോവിൽ നടയടച്ചു. തുടർന്ന് നടത്തിയ ദണ്ഡൻ സ്വാമിക്ക് ഗുരുതി സമർപ്പണത്തോടെയാണ് വേല മഹോത്സവത്തിന് സമാപനമായത്. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മനകൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ശാന്തി ശരത് നമ്പൂതിരി നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ദണ്ഡൻ സ്വാമി കാവിലും പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ പ്രകാശൻ ചന്ദിരുത്തിൽ, മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി ചന്ദ്രിക വിരിപ്പാലയിൽ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി.